കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച, തോൽവി, ഇതൊക്കെ സംഘടനാ നടപടിക്ക് പോലും സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം മണ്ഡലങ്ങളിൽ വോട്ട് ഗണ്യമായി കുറഞ്ഞത് പാർട്ടി പരിശോധിക്കും. മട്ടന്നൂരും ധർമ്മടത്തും വൻ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച പേരാവൂരിൽ നേരിട്ട തിരിച്ചടിയും പാർട്ടി ആഴത്തിൽ വിലയിരുത്തും. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, പാർട്ടി അറിയാതെ ഒരു ഇല പോലും ഇളകില്ല എന്ന് തോന്നുന്ന ഈ LDF കോട്ടകളിൽ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്, വൻ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങിയത്. പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാർട്ടി അണികൾ തിരുത്തി എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്ഷീണം അത് എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇനിയിപ്പോൾ കണ്ണൂരിലൊക്കെ സംഘടനാ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. പാർട്ടി നടപടികൾ എങ്ങനെയായിരിക്കും, ഈ തോൽവി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കീർത്തന, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. സംഘടനാ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM-നെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന വിധിയാണ് കണ്ണൂരിൽ നിന്നുണ്ടായത്. രാജ്യത്ത് തന്നെ CPM-ന് ഏറ്റവും സംഘടനാ സംവിധാനമുള്ള കണ്ണൂർ, അവിടെ തന്നെ ഏറ്റവും സംഘടനാ സംവിധാനമുള്ള പയ്യന്നൂർ, അവിടെയുണ്ടായ തോൽവി അതൊരിക്കലും CPM പ്രതീക്ഷിച്ചിരുന്നതല്ല. അവിടെ നമുക്കറിയാം, വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം വരുന്ന ആ ഒരു ഘട്ടം, ഒരുപാട് കാലം തൻ്റെ പ്രശ്നം, അത് ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം പാർട്ടിക്ക് മുന്നിലേക്ക് വച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് പോകുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം, നമുക്കറിയാം. അപ്പോൾ അത് തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സംഭവിച്ചു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പയ്യന്നൂരിൽ മാത്രമല്ല, പയ്യന്നൂരിന്റെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഒരു ലീഡ് അത് TI മധുസൂദൻ ഉണ്ടാകുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ലീഡല്ല ഒരിടത്തും TI മധുസൂദൻ ഉണ്ടായിരുന്നത് എന്നുള്ളിടത്ത് തന്നെ ഒരു അട്ടിമറിയുടെ സാധ്യത മണത്തിരുന്നതാണ്. കഴിഞ്ഞ തവണ ചെറുപുഴ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു ലീഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അപ്രമാദിത്വം UDF ഉണ്ടായത് എങ്കിൽ ഇക്കുറി പാർട്ടിയുടെ കോട്ടകളിൽ കടന്നു കയറി വോട്ടുറപ്പിക്കാൻ വി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളിടത്താണ് ശക്തമായി തന്നെ ഈ തോൽവിയെ CPM പഠിക്കുക. തളിപ്പറമ്പിലേക്ക് വന്നാലും അത് തന്നെയാണ് സാഹചര്യം. MB ഗോവിന്ദൻ തൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള വിമർശനം ഉന്നയിച്ചാണ് TK ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ പാർട്ടി വിടുന്നതും അദ്ദേഹവും UDF-ന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുന്നതും. അവിടെയും ഇതേ സാഹചര്യം തന്നെയായിരുന്നു. 10,000-ത്തിനപ്പുറത്തേക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഡ് നേടി വിജയം സ്വന്തമാക്കാൻ TK ഗോവിന്ദന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ മലപ്പട്ടവും മയ്യിലും പോലെയുള്ള പാർട്ടിയുടെ ഉരുക്കുകോട്ടകൾ, മറ്റുള്ള സ്ഥാനാർത്ഥികളാരും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാൻ പോലും തയ്യാറാകാത്തിടത്താണ് ഈ രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ TK ഗോവിന്ദന് കഴിഞ്ഞത്. ഇവിടെ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളത് തന്നെയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ അവിടെ ആദ്യത്തെ 5 റൗണ്ടിനപ്പുറം പിണറായി വിജയൻ പുറകിലായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് തന്നെ വേണം നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ. ആദ്യത്തെ 5 റൗണ്ട് എണ്ണിത്തീരുമ്പോഴും അവിടെ അബ്ദുൾ റഷീദ്, UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ആദ്യം എണ്ണിയ ചെമ്പിലോട് തൊട്ട് അഞ്ചരക്കണ്ടി തൊട്ട് വേങ്ങാട് തൊട്ട് ഇങ്ങോട്ട് പാർട്ടിയുടെ കോട്ടകളിലാണ് അബ്ദുൾ റഷീദ് ലീഡെടുത്ത് മുന്നിട്ട് നിന്നത്. ജയിക്കുമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി. അവസാനം പിണറായി ധർമ്മടം തുടങ്ങിയ സ്ഥലങ്ങളിൽ എണ്ണിയപ്പോഴാണ് പിണറായി വിജയന് ഈ രീതിയിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അവിടെയും തീർന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ഏറ്റവും അധികം ലീഡ് നേടിയ സ്ഥലം അത് മട്ടന്നൂരായിരുന്നു. 60,000-ത്തിലധികം വോട്ടിനാണ് അവിടെ KK ശൈലജ വിജയിച്ചത്. ഇക്കുറി അത് 14,000-ത്തിലേക്ക് ആ ലീഡ് എത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അവിടെ ചന്ദ്രൻ തില്ലങ്കേരി UDF സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളിയാണ് VK സനോജിന് ഉയർത്തിയത്. അവിടെയും തീർന്നില്ല. കല്യാശ്ശേരി കഴിഞ്ഞ തവണ 44,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച കല്യാശ്ശേരി അത് 14,000 ഇളകില്ല എന്ന് വിചാരിച്ചിരുന്ന പാർട്ടി കോട്ടകളിൽ പാർട്ടിയെ ചോദ്യം ചെയ്ത് വിമർശിച്ചു പുറത്തുപോയവർക്ക് പിന്നിൽ ജനം അണിനിരന്ന് അവരെ ജയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അബ്ദുൾ റഷീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും ധർമ്മടം തോൽക്കില്ല, ധർമ്മടത്ത് ഉറപ്പാണ് വിജയം. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഷീദ് അവിടെ ഒറ്റപ്പെട്ടു പോയി. അതായത് പ്രധാനപ്പെട്ട നേതാക്കളാരും പ്രചരണത്തിന് അവിടേക്ക് എത്തിയില്ല. അങ്ങനെ എത്തിയിരുന്നെങ്കിൽ പിണറായി ഉറപ്പായും തോറ്റേനെ.